ചില അവസരങ്ങളിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽപ്പെട്ട ഒന്നാണ് യുദ്ധഭീഷണി. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള യുദ്ധഭീഷണി. ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാൻ ഉയർത്തുന്ന ഭീഷണികളും അതുപോലെ തന്നെ ചൈനയിൽ നിന്നുള്ള ഭീഷണികളും ഇന്ത്യക്കാരായ ജനങ്ങളെ ഭയപ്പെടുത്താറുണ്ട്. അത്തരം ഒരു സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഏത് മേഖലയിലാണ്? നമുക്കറിയാം, നമ്മുടെ പ്രതിരോധ മേഖലയിലാണ് ഉണർച്ച ഉണ്ടാവേണ്ടത്. അതേസമയം ചില സന്ദർഭങ്ങളിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ അടുത്ത് കാലത്തായി കേരള സമ്പദ് വ്യവസ്ഥയെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ യുദ്ധഭീഷണി നേരിടുന്ന സമയങ്ങളിൽ നമ്മൾ എന്തിനാണ് ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടത്? അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭ ഭീഷണി നേരിടുമ്പോൾ നമ്മൾ എന്തിന് ശ്രദ്ധ കൊടുക്കണം? യുദ്ധ ഭീഷണി നേരിടുന്ന സമയങ്ങളിൽ നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ പ്രതിരോധ മേഖലയ്ക്കാണ് കൂടുതൽ ഊന്നൽ കൊടുക്കാറുള്ളത്. അതുപോലെ പ്രകൃതിക്ഷോഭങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കാറുള്ളത് ജനങ്ങളുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ്. ഇവിടെ നമ്മൾ രണ്ട് അവസ്ഥകളെ കുറിച്ചാണ് സംസാരിച്ചത്. അതായത് ഒന്ന് യുദ്ധഭീഷണിയും മറ്റൊന്ന് പ്രകൃതിക്ഷോഭവും. യുദ്ധഭീഷണിയും പ്രകൃതിക്ഷോഭവും ഒരുമിച്ച് വന്നു എന്ന് വിചാരിക്കുക, എന്ത് സംഭവിക്കും? നമുക്ക് പരിമിതമായ വിഭവങ്ങളെ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ കഴിയുകയില്ല, അല്ലെ? കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്. അവിടെ വിഭവങ്ങളുടെ വിനിയോഗം, അവയുടെ പൂർണ്ണമായ ഉപയോഗം, വിതരണത്തിന്റെ കാര്യക്ഷമത, വിഭവങ്ങളുടെ വളർച്ച തുടങ്ങിയവ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങളെ വ്യക്തമാക്കുന്ന രേഖാചിത്രത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ വിശദീകരിക്കുന്നത്. ഈ രേഖാചിത്രത്തെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അഥവാ ഉൽപാദന സാധ്യത വക്രം. ഇതിനെ മറ്റു രണ്ട് പേരുകളിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. ഒന്ന് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ അഥവാ ഉൽപാദന സാധ്യത പരിധി, മറ്റൊരു പേര് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ബൗണ്ടറി എന്നാണ്. ഇങ്ങനെ മൂന്ന് പേരുകളിലാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അറിയപ്പെടുന്നത്. വാട്ട് ഈസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്? ഇറ്റ് ഈസ് എ ലോക്കസ് ഓഫ് പോയിന്റ്സ് ഓഫ് കോമ്പിനേഷൻ of two goods which an economy can produce with the available resources and the given level of technology. It is a hypothetical representation of the amount of two different goods that can be obtained by shifting resources from the production of one to the production of the other. The production possibility curve is used to describe a society's choice between two different goods. ഈ നിർവചനം കേട്ട് ഞെട്ടണ്ട. നമ്മൾ അറിയാവുന്ന കാര്യങ്ങളാണ് ഉൽപാദനം, അതുപോലെ തന്നെ സാധ്യത, അതുപോലെ വക്രം അഥവാ കർവ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമുക്ക് പരിചയമുള്ള വാക്കുകളാണ്. എന്താണ് ഉൽപാദനം? നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്സ് ഇൻ ടു ഔട്ട്പുട്ട് അഥവാ അസംസ്കൃത വസ്തുക്കളെ സംസ്കൃത വസ്തുക്കളാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് നമ്മൾ ഉൽപാദനം എന്ന് പറയുന്നത്. ഇനി സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പോസിബിലിറ്റി അഥവാ സാധ്യത, എങ്ങനെ, ചോയ്സ് ആണത്. അതുപോലെ തന്നെ വക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ രൂപമാണ്. അപ്പോൾ ഉൽപാദനത്തിന്റെ സാധ്യതയെ കാണിക്കുന്ന ഡയഗ്രാം അല്ലെങ്കിൽ കർവാണ് ഉൽപാദന സാധ്യതാ വക്രം. അതിനെ ഒരു നിർവചന രൂപത്തിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം: ലഭ്യമായ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും പൂർണ്ണമായി ഉപയോഗിച്ച് ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉൽപാദിപ്പിക്കുവാൻ കഴിയുന്ന രണ്ട് സാധനങ്ങളുടെ വിവിധ സംയോഗങ്ങൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖാചിത്രമാണ് ഉൽപാദന സാധ്യതാ വക്രം. അതായത് ഒരു വസ്തുവിന്റെ ഉൽപാദനത്തിൽ നിന്നും മറ്റൊരു വസ്തുവിന്റെ ഉൽപാദനത്തിലേക്ക് വിഭവങ്ങൾ മാറ്റുന്നതിലൂടെ നേടാൻ കഴിയുന്ന രണ്ട് വ്യത്യസ്ത വസ്തുക്കളുടെ സാങ്കല്പിക പ്രാതിനിധ്യമാണ് ഉൽപാദന സാധ്യതാ വക്രങ്ങൾ. ഇവിടെ രണ്ട് വ്യത്യസ്ത വസ്തുക്കൾക്കിടയിൽ ഒരു സമൂഹത്തിന്റെ തിരഞ്ഞെടുപ്പിനെ വിവരിക്കാൻ PPC വക്രം ഉപയോഗിക്കുന്നു. നമുക്കറിയാം, സമ്പദ് വ്യവസ്ഥയിൽ ഒരുപാട് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അനേകം ലക്ഷക്കണക്കിന് വസ്തുക്കളാണ്, പ്രോഡക്ട്സ് ആണ് ഓരോ സമ്പദ് വ്യവസ്ഥയിലും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ പഠനം എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് വസ്തുക്കളെ കുറിച്ച് മാത്രമാണ് പറയുന്നത്, അല്ലെങ്കിൽ ഉദാഹരണമായി എടുക്കുന്നത്. അപ്പൊ നമുക്ക് ലഭ്യമായ വിഭവങ്ങൾ മുഴുവനായി ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയും മുഴുവനായി ഉപയോഗിക്കുന്നു. എന്നിട്ട് ഒരു സമ്പദ് വ്യവസ്ഥ ഉൽപ്പാദിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ലഭിക്കുന്ന വ്യത്യസ്ത അളവുകൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖാചിത്രമാണ് ഉൽപാദന സാധ്യതാ വക്രം എന്ന് വളരെ ലളിതമായി പറയാം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ യന്ത്രസാമഗ്രികളുടെ ഉൽപാദന
ഉൽപാദനത്തിൽ നിന്നും, അതായത് യുദ്ധഭീഷണി നേരിടുമ്പോൾ നമുക്ക് ആവശ്യമായി വരുന്നത് യന്ത്രസാമഗ്രികളാണ് അല്ലെ. ആ യന്ത്രസാമഗ്രികൾ ഉൽപ്പാദിപ്പിക്കുന്നത് മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ പ്രളയ സമയങ്ങളിൽ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭ സമയങ്ങളിൽ ഉൽപാദനത്തിന് മുൻതൂക്കം നൽകേണ്ടത് ഭക്ഷ്യവസ്തുക്കളാണ്. ഇനി ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു, അതേസമയം പ്രതിരോധ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. പ്രതിരോധ വസ്തുവും ഭക്ഷ്യവസ്തുക്കളെയും ഒരുപോലെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയില്ല. ഒന്നുകിൽ പ്രതിരോധ വസ്തുവിനെ കുറയ്ക്കണം, അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുവിന്റെ അളവ് കൂട്ടണം, അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കളുടെ അളവ് കുറയ്ക്കണം, പ്രതിരോധ വസ്തുവിന്റെ അളവ് കൂട്ടണം. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ മാത്രമേ നമുക്ക് നമ്മുടെ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയല്ലേ? ഇങ്ങനെ രണ്ട് വ്യത്യസ്ത വസ്തുക്കൾക്കിടയിലെ സമൂഹത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കാണിക്കുന്നതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഉൽപാദന സാധ്യത വക്രത്തെ ഉൽപാദന പരിധി അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ഫ്രോണ്ടിയർ അല്ലെങ്കിൽ ഉൽപാദന അതിർത്തി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ബൗണ്ടറി എന്ന് വിളിക്കുന്നു. കാരണം പരമാവധി കാര്യക്ഷമതയോടുകൂടി നിലവിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ലഭ്യമായ വിഭവങ്ങൾ കൊണ്ട് ചരക്കുകൾ അല്ലെങ്കിൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതിന്റെ പരിധിയെ കാണിക്കുന്നു. നമുക്ക് ഉൽപാദന സാധ്യത വക്രത്തിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലേക്ക് പോവാം. എങ്ങനെയാണ് ഒരു ഉൽപാദന സാധ്യത വക്രം വരച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ഡയഗ്രം നോക്കൂ. ഇവിടെ സാധാരണ പോലെ തന്നെ എക്സ് ആക്സിസും വൈ ആക്സിസും കൊടുത്തിട്ടുണ്ട്. അതിലെ എക്സ് ആക്സിസിൽ നമ്മൾ കോൺ അഥവാ ചോളവും വൈ ആക്സിസിൽ നമ്മൾ കോട്ടണുമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ലഭ്യമായിട്ടുള്ള വിഭവങ്ങളും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന കോട്ടന്റെയും കോണിന്റെയും അളവിനെയാണ് ഉൽപാദന സാധ്യത വക്രം ഉപയോഗിച്ചുകൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എ ബി സി ഡി ഇ എന്നിങ്ങനെ വ്യത്യസ്ത സാധ്യതകളിലൂടെ സമ്പദ് വ്യവസ്ഥയിലെ വിഭവങ്ങൾ ലഭ്യമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്ന്. ഇവിടെ എ ബി സി ഡി ഇ എന്നീ ബിന്ദുക്കൾ സൂചിപ്പിക്കുന്നത് ഉൽപാദനത്തിന്റെ പരിധിയെയാണ്. നമുക്ക് രണ്ട് വസ്തുക്കളെ കുറിച്ച് മാത്രമാണ് ഉൽപാദന സാധ്യത വക്രത്തിലൂടെ വിശദീകരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എക്സ് ആക്സിൽ നമുക്കൊരു വസ്തുവിനെ എടുക്കാം, വൈ ആക്സിൽ മറ്റൊരു വസ്തുവിനെ എടുക്കാം. എന്നിട്ട് വേണം നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കാൻ. ഇനി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കണമെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂള് ആവശ്യമാണ്. നമുക്ക് ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾക്ക് ഉദാഹരണമാണ് ലേബറും ലാൻഡും അഥവാ ഭൂമിയും തൊഴിലും. ഉൽപാദന സാധ്യത വക്രം വരയ്ക്കണമെങ്കിൽ ഒരു ഉൽപാദന സാധ്യത പട്ടിക ആവശ്യമാണ്. എന്താണ് ഒരു ഉൽപാദന സാധ്യത പട്ടിക? ഇവിടെ ഉദാഹരണത്തിന് ഒരു ഉൽപാദന സാധ്യത പട്ടിക കാണിച്ചിട്ടുണ്ട്. ഈ പട്ടികയിൽ ഒന്നാമത്തെ കോളത്തില് പോസിബിലിറ്റീസ് അഥവാ സാധ്യതകളെയും, അതായത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാധ്യതകൾ, രണ്ടാമത്തെ കോളത്തിൽ ഒന്നാമത്തെ വസ്തുവായ ടാപ്പിയോക്കയും രണ്ടാമത്തെ വസ്തുവായ ക്രിക്കറ്റ് ബാറ്റും കൊടുത്തിരിക്കുന്നു. ഇനി എ എന്ന് പറയുന്ന പോസിബിലിറ്റി അല്ലെങ്കിൽ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 0 കിലോഗ്രാം ടാപ്പിയോക്ക ഉൽപ്പാദിപ്പിക്കും 42 നമ്പർ ക്രിക്കറ്റ് ബാറ്റ് അല്ലെങ്കിൽ 42 എണ്ണം ക്രിക്കറ്റ് ബാറ്റ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതുപോലെ ബി സാധ്യത നോക്കൂ. അവിടെ നമുക്ക് 2 കിലോഗ്രാം ടാപ്പിയോക്ക ഉൽപ്പാദിപ്പിക്കുമ്പോൾ ക്രിക്കറ്റ് ബാറ്റ് 40 നമ്പർ മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതായത് ടാപ്പിയോക്കയുടെ ഉൽപാദനം 2 യൂണിറ്റ് ആയി വർദ്ധിപ്പിച്ചപ്പോൾ ക്രിക്കറ്റ് ബാറ്റിന്റെ എണ്ണം 42-ൽ നിന്ന് 40 ആയി കുറയുന്നു. ഇതുപോലെ ഓരോ സാധ്യത നമുക്ക് പരിശോധിക്കാം. അവസാനത്തെ സാധ്യതയായ ജി നോക്കുക. ഇവിടെ നമുക്ക് 12 കിലോഗ്രാം ടാപ്പിയോക്ക ഉൽപ്പാദിപ്പിക്കുമ്പോൾ ബാറ്റുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. എന്താണ് ഒരു ഉൽപാദന സാധ്യത പട്ടിക? ഇറ്റ്സ് എ ടേബിൾ ഷോയിങ് ദ കളക്ഷൻ ഓഫ് ആൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം എ ഗിവൺ എമൗണ്ട് ഓഫ് റിസോഴ്സസ് ആൻഡ് ഗിവൺ സ്റ്റോക്ക് ഓഫ് ടെക്നോളജിക്കൽ നോളജ് ഈസ് കോൾഡ് ദി പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ. ഉൽപാദന സാധ്യതാ പട്ടികയെ നമുക്ക് ഇങ്ങനെ നിർവചിക്കാം. ലഭ്യമായ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും പൂർണ്ണമായി ഉപയോഗിച്ച് ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന രണ്ട് വസ്തുക്കളുടെ വിവിധ സംയോഗങ്ങളെ കാണിക്കുന്ന പട്ടികയെ ഉൽപാദന സാധ്യതാ പട്ടിക എന്ന് വിളിക്കുന്നു. ഉൽപാദന സാധ്യതാ പട്ടിക ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉൽപാദന സാധ്യതാ വക്രം വരയ്ക്കാം. ഇവിടെ നമ്മൾ ഒന്നാമത്തെ വസ്തുവിനെ വൈ ആക്സിലും രണ്ടാമത്തെ വസ്തുവിനെ എക്സ് ആക്സിലും എടുത്തുകൊണ്ട് വിവിധ സംയോഗങ്ങളെ കാണിക്കുന്ന ബിന്ദു കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ഉൽപാദന സാധ്യതാ വക്രം വരയ്ക്കാൻ കഴിയും. ഉൽപാദന സാധ്യത പട്ടിക പരിശോധിച്ചപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായിരുന്നു. അതായത് ഒരു വസ്തുവിന്റെ അളവ് കൂട്ടുമ്പോൾ മറ്റേ വസ്തുവിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു? അത് ഒരു വസ്തുവിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുമ്പോൾ മറ്റേ വസ്തുവിന്റെ അളവ് കുറയ്ക്കേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ്? കാരണം
നമ്മുടെ അവൈലബിൾ റിസോഴ്സസ് അല്ലെങ്കിൽ ലഭ്യമായ വിഭവങ്ങൾ പരിമിതമാണ്. അതുകൊണ്ട് ആ വിഭവങ്ങളെ കാര്യക്ഷമമായി ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു വസ്തുവിനെ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമുക്ക് മറ്റേ വസ്തുവിന്റെ അളവ് കുറയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ അളവ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ മറ്റേ വസ്തുവിന്റെ അളവ് നമുക്ക് കുറയ്ക്കേണ്ടി വരുന്നു. അതായത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഒരു വസ്തുവിന്റെ അളവ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമുക്ക് മറ്റേ വസ്തുവിന്റെ അളവ് ത്യജിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. What is meant by opportunity cost? Opportunity cost is defined as the cost having a little more of one good in terms of the amount of the other good that has to be sacrificed, or it is the value of the next best alternative foregone. അപ്പോൾ ഒരു വസ്തുവിന്റെ അവസരാത്മക ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വസ്തുവിന്റെ അവസരാത്മക ചെലവ് പ്രസ്തുത വസ്തു ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച വിഭവങ്ങൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാമായിരുന്ന തൊട്ടടുത്ത ഏറ്റവും മെച്ചമായ ഉപേക്ഷിക്കപ്പെട്ട വസ്തു എന്ന് നമുക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അഥവാ അവസരാത്മക ചെലവിനെ നിർവചിക്കാം. ഇത് നമുക്കൊരു ഉദാഹരണത്തിലൂടെ വിശദീകരിക്കാം. അതായത്, ഒരു കർഷകൻ 2 ഉൽപ്പന്നങ്ങളാണ് സാധാരണഗതിയിൽ ഉൽപാദനം നടത്താറുള്ളത്. ഒന്ന് ഇഞ്ചിയും മറ്റൊന്ന് നെല്ലും. അയാൾക്ക് കൃഷി ചെയ്യാൻ ലഭ്യമായ ഭൂമി എന്ന് പറയുന്നത് 10 സെന്റാണ്. അദ്ദേഹം ഒരു വർഷം ഇഞ്ചി കൃഷി ചെയ്തു. ഇഞ്ചി കൃഷി ചെയ്തപ്പോൾ അയാൾക്ക് ലഭിച്ച വരുമാനം 10,000 രൂപയാണ്. അതേസമയം അദ്ദേഹം ഇപ്രാവശ്യം കൃഷി ചെയ്തപ്പോൾ ഇഞ്ചി ഉപേക്ഷിച്ചിട്ട് പകരം അദ്ദേഹം നെൽകൃഷി നടത്തുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച വരുമാനം എന്ന് പറയുന്നത് 8,000 രൂപയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഇഞ്ചി ഉൽപ്പാദിപ്പിച്ചാൽ ലഭിക്കുമായിരുന്ന വരുമാനമാണ് നെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം വീണ്ടും നെല്ല് മാറ്റി വെച്ചുകൊണ്ട് ഇഞ്ചി കൃഷി ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇഞ്ചിയുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് 8,000 ആണ്. കാരണം ഇഞ്ചി ഉൽപാദനം നടത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഉപേക്ഷിക്കപ്പെട്ടത് എന്തിന്റെ ഉൽപാദനമാണ്? നെല്ലിന്റെ ഉൽപാദനമാണ്. നെല്ലിന്റെ ഉൽപാദനത്തിന് വേണ്ടി വരുന്ന ചെലവ് എത്രയായിരുന്നു? 8,000 രൂപ. അതുകൊണ്ട് ഇഞ്ചിയുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് 8,000 ആണ്. 2 വസ്തുക്കളുടെ ഉൽപാദനത്തിൽ ഒരു വസ്തുവിന്റെ ഒരു അധിക യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ മറ്റേ വസ്തുവിന്റെ എത്ര അളവ് ത്യജിക്കപ്പെടേണ്ടി വരും? അത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതായത്, ഒരു വസ്തുവിന്റെ ഒരു അധിക യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ മറ്റേ വസ്തുവിന്റെ എത്ര അളവ് നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും? ഉദാഹരണം പറയുകയാണെങ്കിൽ, 10 കിലോ നെല്ല് ഉൽപ്പാദിപ്പിച്ചിരുന്നത് നമ്മൾ 11 കിലോ ആയി വർദ്ധിപ്പിക്കുമ്പോൾ എത്ര കിലോ കുറവ് വരുന്നു ഇഞ്ചിയുടെ ഉൽപാദനത്തിൽ എന്നതിനെ വിളിക്കുന്ന പേരാണ് സീമാന്ത അവസരാത്മക ചെലവ് അഥവാ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമുക്ക് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ നിർവചിക്കാം. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ അഡീഷണൽ കോസ്റ്റ് ഇൻ ടേംസ് ഓഫ് എ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് എ ഗുഡ് സാക്രിഫൈസ്ഡ് ടു പ്രൊഡ്യൂസ് എൻ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ദി അതർ ഗുഡ്. അതായത്, ഒരു ഉൽപ്പന്നത്തിന്റെ ഒരു യൂണിറ്റ് അധികമായി ഉൽപ്പാദിപ്പിക്കുമ്പോൾ മറ്റേ ഉൽപ്പന്നത്തിന്റെ അളവിൽ വന്ന മാറ്റമാണ് സീമാന്ത അവസരാത്മക ചെലവ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 10 കിലോ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് 10 കിലോയിൽ നിന്ന് 11 കിലോ ആയി വർദ്ധിപ്പിക്കുമ്പോൾ എത്ര കിലോ ഇഞ്ചി ഉൽപാദനം നമുക്ക് ത്യജിക്കേണ്ടി വരും അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വരും എന്നതിനെ വിളിക്കുന്ന പേരാണ് സീമാന്ത അവസരാത്മക ചെലവ്. വി ക്യാൻ algebraically express it like this: MOC of x equal to delta y by delta x. അതായത്, ബീജഗണിത രൂപത്തിൽ നമുക്ക് MOC യെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, അവതരിപ്പിക്കാം. അതായത്, MOC ഓഫ് x ഈക്വൽ ടു ചേഞ്ച് y അഥവാ ഡെൽറ്റ y അല്ലെങ്കിൽ വൈയിലെ മാറ്റം ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് അഥവാ എക്സിലെ മാറ്റം അഥവാ ചേഞ്ച് ഇൻ എക്സ്. ഇനി MOC എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് നോക്കാം. കുറച്ചു മുമ്പ് ഞാൻ സൂചിപ്പിച്ചു MOC ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ വൈ. എക്സ് ഒന്നാമത്തെ വസ്തുവിനെയും വൈ രണ്ടാമത്തെ വസ്തുവിനെയും സൂചിപ്പിക്കുന്നു. നമുക്ക് MOC കണ്ടെത്താനുള്ള ഏറ്റവും എളുപ്പ വഴി അഥവാ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ ഇതാണ്: കുറയുന്ന വസ്തുവിന്റെ അളവിലെ മാറ്റത്തെ കൂടുന്ന വസ്തുവിന്റെ അളവിലെ മാറ്റം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് MOC കണ്ടുപിടിക്കാം. അതായത്, ഏത് വസ്തുവിന്റെ അളവാണോ കുറഞ്ഞു വരുന്നത് ആ മാറ്റത്തെ കൂടുന്ന വസ്തുവിന്റെ അളവിലെ മാറ്റം കൊണ്ട്
കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് MOC കണ്ടുപിടിക്കാൻ കഴിയും. ഇവിടെ ഞാൻ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇതില് കോളം ഹെഡിങ്സ് ആയിട്ട് പോസിബിലിറ്റീസ് അഥവാ സാധ്യതകളും അതുപോലെ തന്നെ 2 വസ്തുക്കളും 4ാമത്തെ കോളത്തില് MOCയും തന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് MOC കോളം ഫില്ല് ചെയ്യാൻ കഴിയും. ഞാൻ നേരത്തെ എങ്ങനെയാണ് MOC കണ്ടുപിടിക്കുന്നതെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് MOC കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് MOC ഞാൻ ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന പോലെ ലഭിച്ചു കാണും അല്ലെ? ഒന്നുകൂടി വിശദമാക്കാം. അതായത് ടേബിളിൽ വീറ്റിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതേസമയം താപ്പിയോക്കയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു. താപ്പിയോക്കയുടെ അളവ് 0 നിന്ന് 2 വർദ്ധിക്കുമ്പോൾ വീറ്റിന്റെ അളവ് 42 നിന്ന് 40 കുറയുന്നു. ഇനി എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് സാധ്യതകളില് A എന്ന് പറയുന്ന സാധ്യത അതിന് ഒരിക്കലും MOC ഉണ്ടാവുകയില്ല. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കുറയുന്ന വസ്തുവിലെ മാറ്റം ഡിവൈഡഡ് ബൈ കൂടുന്ന വസ്തുവിലെ മാറ്റം. ഇവിടെ തൊട്ടുമുകളിൽ നമ്പേഴ്സ് ഇല്ല, അതുകൊണ്ട് നമുക്ക് 1ാമത്തെ സാധ്യതയുടെ MOC കണ്ടുപിടിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് എപ്പോ MOC കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടാലും ആദ്യത്തെ MOC നമ്മൾ ബ്ലാങ്ക് ആയി നില്ലായി കാണിക്കണം. അതിനിവിടെ നമ്മൾ ഈ പട്ടികയിൽ വരച്ചിരിക്കുന്ന പോലെ ഹൈഫൺ ഇട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇനി B സാധ്യത നോക്കാം. B സാധ്യതയിലേക്ക് വരുമ്പോൾ താപ്പികയുടെ അളവ് 0 നിന്ന് 2 വർദ്ധിച്ചു, അതേസമയം വീറ്റിന്റെ അളവ് 42 നിന്ന് 40 ആയി കുറയുന്നു. അപ്പോൾ കുറയുന്ന വസ്തുവിന്റെ അളവിലെ മാറ്റം, അതായത് ഇവിടെ 42 നിന്ന് 40 കുറയുന്നു. കുറയുന്ന വസ്തുവിന്റെ അളവിലെ മാറ്റം എത്രയാണ്? അതെ, 2 ആണ്. ഡിവൈഡഡ് ബൈ കൂടുന്ന വസ്തുവിന്റെ അളവിലെ മാറ്റം, അതായത് 0 നിന്ന് 2 വർദ്ധിച്ചു. അപ്പോൾ കൂടുന്ന വസ്തുവിന്റെ അളവിലെ മാറ്റം എത്രയാണ്? 2. അതുകൊണ്ട് കുറയുന്ന വസ്തുവിന്റെ അളവിലെ മാറ്റമായ 2 ഡിവൈഡ് ബൈ കൂടുന്ന വസ്തുവിന്റെ അളവിലെ മാറ്റമായ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആയിരിക്കും. ഇതുപോലെ മറ്റുള്ളവയും ചെയ്തു നോക്കുക. ഹൗ ടു ഡ്രോ എ PPC വരയ്ക്കുന്നതിനായി നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ അഥവാ ഉൽപാദന സാധ്യതാ പട്ടിക ആവശ്യമാണ്. പട്ടിക ശ്രദ്ധിക്കുക. പട്ടികയിലെ 1ാമത്തെ കോളം ഹെഡിങ് പോസിബിലിറ്റീസ് ആണ്, 2ാമത്തെ കോളം ഹെഡിങ് താപ്പിയോക്ക ഇൻ kgs, അതുപോലെ തന്നെ 3ാമത്തെ കോളം ഹെഡിങ്ങിൽ നമ്മൾ ക്രിക്കറ്റ് ബാറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഗ്രാഫിലേക്ക് ശ്രദ്ധിക്കൂ. ഗ്രാഫിൽ നമ്മൾ X ആക്സിസിൽ താപ്പിയോക്കയും Y ആക്സിസിൽ ക്രിക്കറ്റ് ബാറ്റും എടുത്തിരിക്കുന്നു. സാധാരണ ഒരു ഡയഗ്രാം വരയ്ക്കുന്ന പോലെ തന്നെ താപ്പിയോക്കയുടെ അളവുകൾ നമുക്ക് X ആക്സിസിലെ യൂണിറ്റുകളായി അടയാളപ്പെടുത്താം, അതുപോലെ തന്നെ Y ആക്സിസിലെ ബാറ്റുകളുടെ നമ്പറിനെയും കാണിക്കാം. നമ്മൾ 0 യൂണിറ്റ് താപ്പിയോക്ക ഉൽപ്പാദിപ്പിക്കുമ്പോൾ ക്രിക്കറ്റ് ബാറ്റ് 42 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു. അവിടെ നമുക്കൊരു പോയിന്റ് A അടയാളപ്പെടുത്താം, അത് പോസിബിലിറ്റി A കാണിക്കുന്നു. അതുപോലെ തന്നെ 2ാമത്തെ B എന്ന് പറയുന്ന പോസിബിലിറ്റി എടുക്കുകയാണെങ്കിൽ താപ്പിയോക്ക 2ഉം ക്രിക്കറ്റ് ബാറ്റുകളുടെ എണ്ണം 40ഉമാണ്. അത് നമ്മൾ പോയിന്റുകൾ കൂട്ടിമുട്ടുന്ന ഭാഗത്ത് B അടയാളപ്പെടുത്തുന്നു. അങ്ങനെ ഓരോ പോയിന്റുകളും അടയാളപ്പെടുത്തുക. ഇവിടെ നമുക്ക് X ആക്സിലെ താപ്പിയോക്കയുടെ അളവും Y ആക്സിലെ ക്രിക്കറ്റ് ബാറ്റിന്റെ അളവും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ കാണിക്കുന്ന ABCDEFG എന്നീ പോയിന്റുകൾ കാണിക്കുന്ന ഉൽപാദന സാധ്യതാ വക്രത്തെയും നമുക്ക് ഗ്രാഫിൽ നിന്ന് കാണാൻ കഴിയും. ഇതുപോലെ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ ഉണ്ടാക്കി ഉൽപാദന സാധ്യതാ വക്രം വരച്ചു നോക്കുക. What is the usual shape of a PPC? What is the determinant of shape of PPC? And can the PPC take any other shape? സാധാരണഗതിയിൽ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷേപ്പ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതുപോലെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ആകൃതിയെ, ഷേപ്പിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? അതുപോലെ PPC കർവിന് മറ്റേതെങ്കിലും ആകൃതി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? MOC വർദ്ധിക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എങ്ങനെയായിരിക്കും? അതുപോലെ അതിന്റെ ആകൃതി എങ്ങനെയായിരിക്കും? MOC കുറയുകയാണെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എങ്ങനെയിരിക്കും? അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ആകൃതി എങ്ങനെയായിരിക്കും? MOC സ്ഥിരമായിരിക്കുകയാണെങ്കിൽ, മാറ്റമില്ലാതെ ഇരിക്കുകയാണെങ്കിൽ PPC എങ്ങനെയിരിക്കും? അതുപോലെ PPCയുടെ ഷേപ്പ് എങ്ങനെയായിരിക്കും? സാധാരണ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവുകളുടെ ഷേപ്പ് എന്ന് പറയുന്നത് കോൺകേവ് ഷേപ്പ് ആയിരിക്കും. അതായത് ഒറിജിനിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രൂപത്തിലുള്ള PPC കർവുകളാണ് സാധാരണ നിലയിൽ കാണാറുള്ളത്. എന്നാൽ മറ്റു പലതരത്തിലുള്ള പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവുകളും നമുക്ക് കാണാൻ കഴിയും. MOC കുറയുകയാണെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഉള്ളിലേക്ക് വലിഞ്ഞു നിൽക്കുന്ന കോൺവെക്സ് രൂപത്തിലുള്ള കർവ് ആയിരിക്കും. അതേസമയം MOC സ്ഥിരമാണെങ്കിൽ അവിടെ നമുക്ക് ലഭിക്കുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ലീനിയർ രേഖ രൂപത്തിലുള്ളതായിരിക്കും. ഏതെല്ലാമാണ് PPCയുടെ മാറ്റങ്ങൾ? PPC കർവ് ഒന്നുകിൽ ഉള്ളിലേക്ക് മാറാവുന്നതാണ്. അതുപോലെ തന്നെ PPC കർവ് നിലവിലുള്ള കർവിന് വെളിയിലേക്ക് അല്ലെങ്കിൽ വലതുഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്.
PPC കർവ് വലതുഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ പുരോഗതിയും അതുപോലെ തന്നെ നിലവിലുള്ള വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തെയുമാണ്. അതേസമയം നിലവിലുള്ള PPC കർവ് ഇടതുഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് സാങ്കേതിക വിദ്യയിലുണ്ടാവുന്ന പുരോഗതി കുറവും അതുപോലെ തന്നെ നിലവിലുള്ള വിഭവങ്ങളിലെ കാര്യക്ഷമമല്ലാത്ത ഉപയോഗത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വലതുഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ കാര്യക്ഷമമായ വിഭവങ്ങളുടെ ഉപയോഗത്തെ സൂചിപ്പിക്കും. ഇടതുഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ കാര്യക്ഷമമല്ലാത്ത വിഭവങ്ങളുടെ ഉപയോഗത്തെ സൂചിപ്പിക്കും. ഇവിടെ നൽകിയിരിക്കുന്ന ഗ്രാഫ് ശ്രദ്ധിക്കൂ. ഇവിടെ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ A, B, C എന്നീ പോയിന്റുകൾ കാണാം. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് വെളിയിൽ പുറത്ത് വലതുഭാഗത്തായി F എന്ന് പറയുന്ന പോയിന്റും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് ഉള്ളിലായി D, E എന്നീ പോയിന്റുകളും കാണാം. എന്താണ് ഈ ബിന്ദുക്കളുടെ പ്രത്യേകത? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് വെളിയിലുള്ള F എന്ന് പറയുന്ന ബിന്ദു സൂചിപ്പിക്കുന്നത് നിലവിലുള്ള വിഭവങ്ങൾ കൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത സംയോഗത്തെയാണ്. അതേസമയം A, B, C എന്നീ പോയിന്റുകൾ സൂചിപ്പിക്കുന്നത് കാര്യക്ഷമമായ വിഭവങ്ങളുടെ ഉപയോഗത്തെയാണ്. ഇനി ഡിയും ഇയും എന്തിനെ സൂചിപ്പിക്കുന്നു? D, E എന്നിവ കാര്യക്ഷമമല്ലാത്ത സംയോഗങ്ങളെ കാണിക്കുന്നു. കാരണം ഇവിടെ വിഭവങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് വെളിയിലുള്ള ബിന്ദുക്കളെല്ലാം തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥയെയും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലൂടെയുള്ള ബിന്ദുക്കളെല്ലാം തന്നെ കാര്യക്ഷമമായ ഉൽപാദനത്തെയും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് ഉള്ളിലുള്ള ഏതു ബിന്ദുവിനെയും കാര്യക്ഷമമല്ലാത്ത ഭാഗികമായ വിഭവങ്ങളുടെ ഉപയോഗത്തെയും സൂചിപ്പിക്കുന്നു.